വീട്ടിലാകെ 3 പേരെ അത്താഴം കഴിക്കാനുള്ളെങ്കിലും 3 പേർക്ക് 3 സൈസ് ആഹാരമാണ് വേണ്ടത് കേട്ടോ. അച്ഛനാണെങ്കിൽ എന്തെന്നൊക്കെ പറഞ്ഞാലും ചോറ് നിർബന്ധമാണ്. അമ്മയ്ക്കാണെങ്കിൽ രാവിലെ ദോശ, രാത്രി ദോശ. അപ്പോൾ അമ്മയ്ക്കുള്ള ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ക്യാമറയൊക്കെ നോക്കി എടുക്കുമ്പോഴത്തേക്കും 2 ദോശയങ്ങ് കരിഞ്ഞു പോയി. പിന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറെ 2 നല്ല ദോശയൊക്കെ ചുട്ടു വെച്ചു കേട്ടോ. ആളാണെങ്കിൽ തിരിച്ച് മറിച്ചൊക്കെ നോക്കും കരിഞ്ഞതാണോ എന്ന്. പിന്നെ അമ്മയ്ക്കുള്ള ദോശയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അടുത്ത എനിക്കുള്ള ആഹാരം സൂചി ഗോതമ്പ് കാച്ചിയതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സൂചി ഗോതമ്പ് കാച്ചിയത്. ഹെവി ആയിട്ടൊന്നും കഴിക്കാറില്ല. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഇങ്ങനെ സൂചി ഗോതമ്പ് കാച്ചിയതോ അല്ലെന്നുണ്ടെങ്കിൽ പാല് കാച്ചിയതോ മധുരമൊന്നും ഇടാതെ ഇങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ടൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ സൂചി ഗോതമ്പ് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലൂടൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി അത് പിന്നെ മധുരമൊന്നും ഇടാതെ അതങ്ങ് കലക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു കപ്പിലോട്ട് ഒഴിച്ചങ്ങ് കുടിച്ചു കേട്ടോ. അങ്ങനെ അങ്ങ് കുടിച്ചില്ല, അത് ആ കപ്പിലോട്ട് ഒഴിച്ച് എനിക്ക് ഈ സൂചി ഗോതമ്പ് കാച്ചത് കുടിക്കാൻ നിർബന്ധമായിട്ട് ഈ കപ്പ് തന്നെ മതി. പാല് കാച്ചിയതായാലും എനിക്ക് ഈ ഒരു കപ്പിലാട്ടോ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഇരുന്ന് കുടിച്ചാൽ പോരാ, സിറ്റൗട്ടിലിരുന്ന് ആസ്വദിച്ച് ചൂടോടെ തന്നെ കുടിക്കണം. അപ്പോൾ ഞാനിതുമായിട്ട് സിറ്റൗട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്